ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ VFAയുടെ എക്സാം ഡേറ്റ് വന്നു. സെപ്റ്റംബർ 19 നടക്കാൻ പോകുന്ന എക്സാമിനുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് എവിടം വരെ എത്തി? നല്ല അടിപൊളിയായിട്ട് പഠിക്കുമായിരിക്കും. എങ്കിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, PSC പരീക്ഷകളിൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം അല്ലെ? അങ്ങനെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാം എന്ന് പറയുമ്പോഴും കുറെയൊക്കെ പരീക്ഷകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു വിഷയം കൂടിയാണ് എന്ത്? മലയാളം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ, അതായത് 35/2025 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചില ചോദ്യങ്ങള്. ആ ചോദ്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇനിയും ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരുപാട് പഠിക്കാൻ ബാക്കി കിടക്കുന്നു, പഠിച്ചൊക്കെ മറന്നു പോവുകയാണ്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇനി ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ഇവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതാണ്. ആദ്യം മുതൽ തന്നെ നമുക്ക് സിലബസിനെ പഠിച്ച് അതിന് ഒരുപാട് എക്സാമുകൾ എഴുതി നമുക്കിത് സെറ്റ് ആക്കാം. അപ്പൊ ഒട്ടും സമയം കളയണ്ട. ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ സമയം കളയാതെ ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം 91ാമത്തെ ചോദ്യം മുതലാണ് നമ്മുടെ മലയാളം പരീക്ഷ പോകുന്നത് അല്ലെ? അതില് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് വിൺ പ്ലസ് തലം, വിണ്ടലം, സന്ധി ഏത്? അപ്പൊ വിണ്ടലത്തെ പിരിച്ചെഴുതാൻ ചോദിക്കാറുണ്ട്, സന്ധി ഏതെന്നും ചോദിക്കാറുണ്ട്. ഏതായിരിക്കും ഇതിന്റെ സന്ധി? ആഗമസന്ധിയാണോ, ആദേശസന്ധിയാണോ, ദ്വിത്വസന്ധിയാണോ, ലോഭസന്ധിയാണോ? ഏതായിരിക്കും ഉത്തരം അല്ലെ? വിൺ പ്ലസ് തലം, വിണ്ടലം, ആദേശസന്ധിയാണ്. ഇത് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടാവും. എങ്ങനെ ഇത് ആദേശസന്ധി ആയത്? നമുക്കറിയാം, ആഗമസന്ധിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ ഒരു വർണ്ണം പുതുതായിട്ട് വന്നാലാണ് അത് എന്താവുക? ആഗമസന്ധി ആവുന്നത് അല്ലെ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം കൂടി കടന്നു വന്നാൽ അത് ആഗമസന്ധിയാണ്. ദ്വിത്വസന്ധി ആണെങ്കിലോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ച് വന്നാൽ അത് ദ്വിത്വസന്ധിയ. ഇനി ലോഭസന്ധി എന്നാണെങ്കിലോ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, കുറഞ്ഞു പോവുക അല്ലെ? അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോയാല് അത് ലോഭസന്ധിയാണ്. എന്നാൽ ഇത് മൂന്നും അല്ലാത്തത് എന്തായിരിക്കും? ആദേശസന്ധിയ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ ഒരു വർണ്ണം പോയിട്ട് ആ സ്ഥാനത്ത് പുതിയൊരു വർണ്ണം വന്നാൽ ആദേശം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നാല് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താന്ന് വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യാം? പിരിച്ചെഴുതുക. അപ്പൊ പിരിച്ചെഴുതുമ്പോ പ്ലസിന് മുന്നേ ആയിട്ട്, എന്തിനു മുന്നേ ആയിട്ട്? പ്ലസിന് മുന്നേ ആയിട്ട് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ അനുസാരമോ വിസർഗമോ ചില്ലക്ഷരങ്ങളോ ഇതിലേതെങ്കിലും വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അതേത് സന്ധി ആയിരിക്കും? ആദേശസന്ധി ആയിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം ക്, മ്, ച്, ത്, പ് എന്തു ആയിക്കോട്ടെ, അതുപോലെ അനുസാരം, അനുസാരം എന്ന് പറഞ്ഞ എന്താ? ചിഹ്നം അല്ലെ? വിസർഗം, വിസർഗം എന്ന് പറഞ്ഞാലോ രണ്ട് കുത്ത്. അതുപോലെ ചില്ലക്ഷരം ഇൻ, ഇർ, ഇൾ, ഇൽ, ഇൻ ഇതിലേതെങ്കിലും ആണെങ്കിലും ചേർത്തെഴുത്തിൽ അവ കാണുന്നില്ലെങ്കിൽ അത് ആദേശസന്ധിയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇതുപോലെ ആഗമസന്ധിയും ദ്വിത്വസന്ധിയും ലോഭസന്ധിയും ഒക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് എളുപ്പ വഴികളുണ്ട്. അത് നമുക്ക് വരും വീഡിയോകളിൽ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പുരുഷൻ, സ്ത്രീ, ഗുരു, നപുംസകം. ക്ലീബം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഉത്തരമായിട്ട് വരുന്നത് നപുംസകം. നപുംസകം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? നപുംസകത്തിൽ ഉൾപ്പെടുത്താം. നമുക്ക് ചുറ്റുമുള്ള ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും നമ്മൾ പറയുന്നതാണ് എന്ത്? ക്ലീബം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോ, അറിയില്ലെങ്കിൽ കേട്ടോ.
ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നയാളെ സാമുദ്രം, വസിരം, അക്ഷിപം, മഞ്ഞ്, ഇങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. ഇതില് ഏതാണ് 4 കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാ? മഞ്ഞാണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ സാമുദ്രം, സമുദ്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സാമുദ്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ അർത്ഥം? സമുദ്രത്തിൽ നിന്നും, സമുദ്രം കടലാണ് അല്ലെ. പാരാവാരം, മലയാളി, രത്നഗർഭം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനെയാണ്? സമുദ്രത്തിനെയാണ്. എന്നാൽ സാമുദ്രം എന്ന് പറഞ്ഞാൽ കടലുപ്പ് എന്നാണ് അർത്ഥം. എന്താണ്? കടലുപ്പ്. വസിരം, അക്ഷിപം എന്നൊക്കെ പറഞ്ഞാല് കടലുപ്പ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഉത്തരം എന്താണ്? മഞ്ഞാണ്. മഞ്ഞിനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. MT വാസുദേവൻ നായർ രചിച്ചിട്ടുള്ള ബോധധാര നോവലാണ് ഏത്? മഞ്ഞ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേയനാമത്തിന് ഉദാഹരണമാണ് മഞ്ഞ്. ഇത് രണ്ടും ഓർത്ത് വെക്കാം. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, മഞ്ഞാണ്. ഇനി 94ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോ ശരിയല്ലാത്ത വിപരീത പദരൂപം ഏത്? അപ്പൊ ഇതിലേതോ ഒന്ന് തെറ്റാണ് അല്ലെ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അണിയം, അമരം കൊടുത്തിട്ടുണ്ട്, വൃഷ്ടി, സമഷ്ടി കൊടുത്തിട്ടുണ്ട്, ആദാനം, പ്രധാനം കൊടുത്തിട്ടുണ്ട്, ഉപജയവും അപജയവും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എന്താണ്? ഉപജയവും അപജയവും അല്ലെ. അതായത് അണിയം, അമരം നമുക്കറിയാം. ഈ അണിയം, അമരം എന്ന് പറയുന്നത് ചോദ്യത്തിനനുസരിച്ച് ചിലപ്പോൾ മാറാറുണ്ട്. ഒരു വള്ളത്തിന്റെ മുൻഭാഗം പിൻഭാഗം എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. അങ്ങനെയാണ് അണിയം, അമരം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. വൃഷ്ടി, സമഷ്ടി നമുക്കറിയാം മുഴുവൻ എന്നുള്ള അർത്ഥത്തിലും ഭാഗികം എന്നുള്ള അർത്ഥത്തിലൊക്കെ വൃഷ്ടിയും സമഷ്ടിയും വരാറുണ്ട്. ആദാനം ചെയ്യുക, പ്രദാനം ചെയ്യുക, കൊടുക്കൽ വാങ്ങൽ എന്നുള്ള അർത്ഥത്തിലുണ്ട്. അപ്പൊ അടുത്ത നോക്കി, ഉപജയം അപജയമല്ല, മറിച്ച് എന്താ? ഉപജയാണെങ്കിൽ അവിടെ വരേണ്ടത് എന്താ? അപജയമാണ് അല്ലെ. ഉപജയം അപജയം എന്നാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് ചെയ്തത്? തെറ്റിപ്പോയതിന്റെ കാര്യം. ഇനി നമ്മൾ 95ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുമ്പോ ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അല്ലെ. ചുട്ടെഴുത്ത് എന്താ? ഈ ചുട്ടെഴുത്ത് ചൂണ്ടിപ്പറയുവാനുള്ള എഴുത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ചുട്ടെഴുത്ത് അല്ലെ. ചൂണ്ടിപ്പറയുവാനുള്ള എഴുത്താണ് ചുട്ടെഴുത്ത്. എങ്ങനെ നമ്മൾ ചൂണ്ടിപ്പറയുന്നേ? അത്, ഇത്, എ എന്ന് പറയുന്നത് ചോദ്യ രൂപത്തിൽ എന്ത്? അപ്പൊ 3 ചുട്ടെഴുത്തുള്ളൂ. ഇവിടെ കൊടുത്തേക്കുന്ന നോക്കിയേ, ആ ഈ എ കൊടുത്തിട്ടുണ്ട്, ആ ഈ എ കൊടുത്തിട്ടുണ്ട്, ആ ഉ ഐ കൊടുത്തിട്ടുണ്ട്, ഈ എ അമ്മും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ചുട്ടെഴുത്ത് ആ ഈ എ, അത്, ഇത്, എ എന്നത് ചോദ്യ രൂപത്തിൽ എന്ത്? മറക്കാതെ പഠിച്ചു വെച്ചോണം. ചൂണ്ടിപ്പറയുവാനുള്ള എഴുത്താണ് ചുട്ടെഴുത്ത്. ആ ഈ എ ആണ് ചുട്ടെഴുത്ത്. ഇതിന്റെ മറ്റൊരു പേരാണ് സാർവനാമികമായ എഴുത്ത് എന്ന് പറയാറുണ്ട്. കേവലമായ എഴുത്ത് എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. എ, ശത്രുക്കളെ സൂക്ഷിക്കണം. ബി, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. സി, പുകവലി പാടില്ല. ഡി, ആരെയും സഹായിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പോ ചതയില്ലാത്തിടത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമുക്ക് ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന് പറഞ്ഞാല് ബലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് അല്ലെ. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത്, ബലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് എന്നുള്ളൊരു അർത്ഥം. ഇനി അടുത്തതോ, തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ തന്നതില് ഏതോ ഒന്ന് തെറ്റുണ്ട്. ഏതാ? നേതാവ്, നേത്രി എന്ന് പറയാറുണ്ടല്ലോ. നേതാവ് നേത്രിയാണ്. വിദ്വാൻ, വിദുഷി കൊടുത്തിട്ടുണ്ട്. കവി, കവയിത്രി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപായം, ഉപായവും കേട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിൽ എത്താൻ പറ്റൂ അല്ലെ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് പദശുദ്ധിയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പൊ കവിയുടെ എതിർലിംഗം എന്തെല്ലാം? കവയിത്രിയല്ല, കവയിത്രി. കവയിത്രിയാണ് കവിയുടെ എതിർലിംഗം. അപായം, ഉപായം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ വിദ്വാൻ വിദുഷിയാണ്, മനുഷ്യൻ മനുഷ്യയാണ്, അതുപോലെ നമ്പ്യാർ നങ്ങ്യാരാണ്, ചാക്യാർ ഇല്ലോടമ്മയാണ്,
അതേ ഭാഗത്ത് നിന്ന് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നേതാവ്, നേത്രി, വിദ്വാൻ, വിദുഷി, കവി, കവയിത്രി, അപായം, ഉപായം. ഓക്കെ, ഇനി നമുക്ക് 98ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം ഏത്? ഒറ്റപദവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ PSCയുടെ ചോദ്യപേപ്പർ നോക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും ബന്ധുക്കളെ കുറിച്ചുള്ള ചോദ്യ. ഇപ്പൊ അച്ഛന്റെ അച്ഛൻ, മകളുടെ ഭർത്താവ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കാണുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ PSC പരീക്ഷയിൽ കൂടുതലും കാണുന്നത് ഇതുപോലെ പിബാസു, ദിദൃക്ഷു, പിബഡിഷു, ബുഭുക്ഷു, മുമുക്ഷു എന്നൊക്കെയുള്ള വാക്കുകളാ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഇതിൽ ആരായിരിക്കും? പിപാസു ആണോ? പിപാസു അല്ല. പിപാസു എന്ന് പറഞ്ഞ എന്താ? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ദിദൃക്ഷു ആണെങ്കിലോ? ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ഇനി പിബഡിഷു, പിബഡിഷ എന്ന് പറഞ്ഞാല് പഠിക്കാനുള്ള ആഗ്രഹമാണ്. ഒരു ഷൂ വന്നതോടുകൂടി എന്തായി? പിബഡിഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഇനി അതുപോലെ ബുഭുക്ഷു, ബുഭുക്ഷു എന്ന് പറഞ്ഞാലോ ഇവിടെ ഭക്ഷു എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ആര്? ബുഭുക്ഷു അല്ലെ. അതുപോലെ അറിയാനുള്ള ആഗ്രഹമാണെങ്കിലോ ജിജ്ഞാസയാണ്. അറിയാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിലോ ജിജ്ഞാസു ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങളെയും നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. നമ്മൾ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് പൂജക ബഹുവചനം, സലിംഗ ബഹുവചനം, ദ്വിവചനം, അലിംഗ ബഹുവചനം. വചനം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ നമുക്ക് എന്തില്ല? പരീക്ഷയില്ല അല്ലെ. എപ്പോഴും നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് വചനം. എന്താ ഈ വചനം എന്ന് പറഞ്ഞാല്? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം എന്ന് പറയുന്നത്. വചനം എന്ന് പറഞ്ഞ എന്താ? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നത് വചനമാണ്. വചനത്തെ നമ്മൾ രണ്ടായിട്ട് പറയാറുണ്ട്. ഏകവചനവും ഉണ്ട്, അതുപോലെ ബഹുവചനവും ഉണ്ട് അല്ലെ. ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഏകവചനാണെങ്കിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത്, ബഹുവചനാണെങ്കിൽ ഒന്നിലധികം സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പൊ നമുക്ക് മലയാളത്തിൽ എന്തില്ല? ദ്വിവചനം എന്ന് പറയുന്ന ഒരു സാധനം മലയാളത്തിലില്ല. അതെവിടെയുള്ളൂ? സംസ്കൃതത്തിലേ ഉള്ളൂ. അപ്പൊ ഒന്ന് എന്തായാലും പോയി. ഇനി ഈ ബഹുവചനത്തെയാണ് നമ്മൾ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നത്? മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്. സലിംഗം, അലിംഗം, പൂജകം, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ. നപുംസകം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കള്. അപ്പൊ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിച്ചാൽ അതെന്തായിരിക്കും ഉത്തരം? സലിംഗ ബഹുവചനമായിരിക്കും. അപ്പൊ സ്ത്രീലിംഗാവാം, പുല്ലിംഗാവാം, അല്ലെങ്കിൽ നപുംസകാവാം. ഇതിലേതെങ്കിലും ഒന്നിന്റെ മാത്രം എടുത്ത ബഹുത്വത്തെ പറഞ്ഞാൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മലകൾ, കുന്നുകൾ, പൂക്കൾ, അച്ഛന്മാർ, അമ്മമാർ എന്നൊക്കെ പറയുമ്പോൾ എന്തായി? ഓരോന്നിന്റെയും ബഹുത്വത്തെയാ പറയുന്നത് അല്ലെ. അങ്ങനെ വന്നാൽ സലിംഗം. ഇനി അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാലോ? ആ ലിംഗം, അതായത് നമ്മൾ ഇവിടെ നപുംസകത്തെ പരിഗണിക്കുന്നില്ല, സ്ത്രീ പുരുഷ ലിംഗങ്ങളെ വ്യത്യസ്തമാക്കാതെ ഒന്നിച്ച് പറഞ്ഞാല് അതെന്തായിരിക്കും? അലിംഗ ബഹുവചനം. മക്കൾ, ജനങ്ങൾ, കുട്ടികൾ, മനുഷ്യർ എന്നൊക്കെ പറയുമ്പോ അവിടെ ആരുണ്ട്? സ്ത്രീയും ഉണ്ട്, പുരുഷനും ഉണ്ട്. ഇവരെ ഒന്നിച്ച് പറഞ്ഞാൽ അതെന്താകും? അലിംഗ ബഹുവചനമാകും. ഇനി പൂജക ബഹുവചനാണെങ്കിലോ? ആ പേര് പോലെ തന്നെയാണ് അല്ലെ. പൂജിക്കുക. എപ്പോഴാണ് നമ്മൾ ഒരാളെ പൂജിക്കുക? ബഹുമാനം വരുമ്പോ. അപ്പോ ബഹുമാനാർത്ഥം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. എങ്ങനെയാ അത്? ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അവർകൾ അല്ലെ. ഒരു പരിപാടിക്ക് ഒരാളെ നമ്മൾ ക്ഷണിക്കുമ്പോൾ എന്ത് ചെയ്യും? പേര് പറയുന്നതിന് പകരം ഇന്ന് അവർകളെ സ്വാഗതം ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഗുരുക്കൾ, സ്വാമികൾ, വൈദ്യർ, പണിക്കർ എന്നൊക്കെ വരുന്നത് ഏതായിരിക്കും? പൂജക ബഹുവചനമാണ്. അപ്പൊ ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം പറയുന്നത് പൂജക ബഹുവചനാണ്. സ്ത്രീയും പുരുഷനെയും വേർതിരിക്കാതെ ഒന്നിച്ച് പറഞ്ഞാൽ അലിംഗാണ്. എന്നാൽ നപുംസകം, സ്ത്രീലിംഗം, പുല്ലിംഗം ഇവയെ വ്യത്യസ്തമാക്കി അവയുടെ ബഹുത്വത്തെ പറഞ്ഞാൽ അതെന്തായിരിക്കും? സലിംഗ ബഹുവചനം.
ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത്? ചോദ്യം എന്താണ്? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏത്? ഒന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടൂലേ? കുതിരയെ കൊടുത്തിട്ടുണ്ട്, ചന്ദ്രനെ കൊടുത്തിട്ടുണ്ട്, നിലാവിനെ കൊടുത്തിട്ടുണ്ട്, തെങ്ങിനെയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കാം? തെങ്ങാണ് ഉത്തരം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. തെങ്ങില് തേങ്ങ ഉണ്ടാവുന്നത് ഓർക്കാം. താഴെ നമ്മൾ വെള്ളം ഒഴിച്ചു, വെള്ളം കുടിച്ചു, മുകളിൽ എന്ത് ചെയ്തു? മുട്ടയിട്ടു. ഇത് എന്തിനെ കുറിച്ച് പറയുന്നതാ? തെങ്ങിനെ കുറിച്ച് പറയുന്നതാ. അപ്പൊ സ്ഥിരമായിട്ട് നമ്മളോട് ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് കണ്ടുവന്നേക്കുന്നത് ശൈലികളാണ്. എന്നാൽ കഴിഞ്ഞ ചോദ്യപേപ്പറിനകത്ത് നമുക്ക് ഇതുപോലുള്ള പഴഞ്ചൊല്ലുകളെയും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശൈലികളെയും പഴഞ്ചൊല്ലുകളെയും ഉൾപ്പെടുത്തി തന്നെ പഠിക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ VFAയുടേത്. അപ്പൊ ഇനിയും അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഓരോ വർഷം കഴിയും തോറും, ഓരോ ക്വസ്റ്റ്യൻ, ഓരോ പരീക്ഷ കഴിയും തോറും നമ്മുടെ ചോദ്യപേപ്പറുകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മലയാളത്തിലും കൂടുതലായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ മാറ്റം. അതുകൊണ്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. PYQ നോക്കാം, റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ഇവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ആണ് എന്ന് തോന്നുവാണെങ്കിൽ വേഗം തന്നെ CCയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. വീണ്ടും കാണാം. താങ്ക്